മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വൈറ്റ് ഹൗസിൻ്റെ പ്രസ് സെക്രട്ടറി നമുക്കറിയാം ട്രംപിനൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരാൾ കൂടിയാണ് കരോളിൻ ലിവിറ്റ്. വളരെ പ്രാഗൽഭ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു വൈറ്റ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം. അവരിപ്പോൾ സ്ഥാനമൊഴിയാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ട്രംപിൻ്റെ പല നയങ്ങളെയും പ്രതിരോധിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. ഈ പെട്ടെന്നുള്ള തീരുമാനം വൈറ്റ് ഹൗസിനെ അമേരിക്കയെ ആകെ അമ്പരപ്പിച്ച ഒരു പശ്ചാത്തലമാണ്. ഔദ്യോഗിക വിശദീകരണം രണ്ടാമത്തെ കുഞ്ഞിന് ജനനത്തെ തുടർന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്ന 28-കാരി കഴിഞ്ഞ ജൂണിലാണ് വീണ്ടും തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചത്. കുടുംബകാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. പക്ഷേ തുർക്കിയിൽ വെച്ച് ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് ട്രംപ് വിമാനം മാറിക്കയറി രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെടുത്തി ഈ രാജ്യയെ വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ ട്രംപിനൊപ്പമുള്ള യാത്രകൾ തൻ്റെ സുരക്ഷയും ബാധിക്കും എന്നുള്ളതാണ്. എയർഫോഴ്സ് വണ്ണൊക്കെ മാറിക്കയറുന്ന പശ്ചാത്തലമൊക്കെ ഒരുങ്ങിയത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ലെവിറ്റിനെയും പേടിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തകൾ വരുന്നത്. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ മനു? കാരണം ലെവിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയാണ്. ട്രംപിനെ പ്രതിരോധിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. നമുക്കറിയാം ട്രംപുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ കൂടിയാണ്. പെട്ടെന്ന് ഇവരിങ്ങനെ മാറുക എന്ന് പറയുന്നതിൻ്റെ പിന്നിലൊരു അസ്വാഭാവികതയുണ്ട്. രഞ്ജിത്ത്, കരോളിന ലെവിറ്റ് നമുക്കറിയാം ട്രംപിൻ്റെ മടിശീല എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ട്രംപിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നൊക്കെയാണ് കരോളിൻ ലെവിറ്റിനെ ആളുകൾ അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. കാരണം ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തയായ ഒരാളായിരുന്നു. ട്രംപ് പല ആളുകളുമായും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ലെവിറ്റിന് ട്രംപിനോടൊപ്പം നിലയുറപ്പിക്കാൻ കഴിഞ്ഞു. ട്രംപിൻ്റെ വിശ്വാസ്യത എല്ലാ ഘട്ടത്തിലും ഉറപ്പിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിലും ട്രംപിനെതിരെ രൂക്ഷമായൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതൊക്കെ തണുപ്പിക്കാൻ കഴിയുന്ന അസാമാന്യമായ ഒരു മിടുക്ക് മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നതിൽ ഈ ലിവിറ്റ് കാഴ്ചവെച്ചിരുന്നു. നമുക്ക് ലിവിറ്റ് മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും അവരെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ കാണാമായിരുന്നു. ഏറ്റവും ദുർഘടമായ ചോദ്യങ്ങൾ ലളിതമായി ഒരു പരിഭവമില്ലാതെ ഒരു ആശയക്കുഴപ്പവുമില്ലാതെ ലിവിറ്റ് അതിന് മറുപടി നൽകുന്നതൊക്കെ എല്ലാവരും അമ്പരപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ട്രംപിൻ്റെ വിശ്വസ്തയായ ഒരാൾ. മാത്രമല്ല, ചില പ്രയോഗങ്ങളൊക്കെ ഈ കരോളിൻ ലെവിറ്റ് നടത്തുന്നത് അത് മാധ്യമങ്ങൾക്ക് ഒരു ഇരയിട്ട് കൊടുക്കുന്നത് പോലെ ഈ ട്രംപ് സ്പീഡ്, അമേരിക്ക ട്രംപ് വേഗതയിൽ കുതിക്കുന്നു, അമേരിക്ക ട്രംപ് ആ ട്രംപ് എന്ന വാക്ക് പലപ്പോഴും ഒരു വലിയ ഒരു ജാർഗണായി ഉപയോഗിക്കാനൊക്കെ കരോളിൻ ലെവിറ്റ് വാർത്താ സമ്മേളനമൊക്കെ ശ്രമിച്ചു. അങ്ങനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രചരണത്തിൽ ലെവിറ്റിന് വലിയ സ്വാധീനമുണ്ട്. അപ്പോഴാണ് ഇനി ഒരു മിഡ് ടേം തെരഞ്ഞെടുപ്പുകൾ നവംബറിൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പോകുന്നത്. ഇതെല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്, അമ്പരപ്പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും ട്രംപിന് ഇവർ പോകുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ അനുഗ്രഹാശിസ്സുകളൂടെ മാറി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടുന്ന് പുറത്തുവരുന്ന വിവരം. മറ്റൊന്ന്, അവർ ട്രംപിൻ്റെ ഉപദേഷ്ടാവായി തുടരും എന്ന് ട്രംപ് പറയുന്നു. അവരെ പുകഴ്ത്തിക്കൊണ്ട് ട്രംപ് എക്സിൽ കുറിക്കുന്നു. പക്ഷേ സ്വാഭാവികമായും ഇത്തരം ആശങ്കകൾ, രഞ്ജിത്ത് സൂചിപ്പിച്ച ആശങ്കകൾ പല കോണിൽ നിന്ന് വരും. കാരണം ഇത്രയും വിശ്വസ്തയായ ഒരാൾ, ഇത്രയും മികവോടുകൂടി കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാൾ ഈ അവരുടെ പ്രസവാവധിക്ക് ശേഷം വീണ്ടും ഈ സംഗതി ഉപേക്ഷിച്ച്, ഈ സ്ഥാനം ഉപേക്ഷിച്ച് വൈറ്റ് ഹൗസ് വിടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നു. അപ്പോഴാണ് ട്രംപിന് ഇങ്ങനെ ഭീഷണികളുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഭീഷണി ലിവിറ്റിനെയും ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. 2 കുട്ടികളുണ്ട്. വേറെ ചില വിവരങ്ങൾ വരുന്നത് അവർക്ക് കൃത്യമായി ഉറങ്ങാൻ കഴിയുന്നില്ല. സമ്മർദ്ദം, ഭയങ്കരമായ അതിഭീകരമായ സമ്മർദ്ദം. വൈറ്റ് ഹൗസിനെ പോലുള്ള അത്രയും ഭാരിച്ചൊരു ദൗത്യം എടുത്തു വയ്ക്കുമ്പോൾ 2 കുട്ടികളെയും ഇതുമെല്ലാം നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട് എന്ന് ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു. ഭീഷണി കൊണ്ടാണ്, ജീവൽ ഭയം കൊണ്ടാണ് എന്ന് ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മറ്റു ചിലരാകട്ടെ കുട്ടികളോട് കൂടുതൽ, ലെവിറ്റും അങ്ങനെ തന്നെയാണ് പറയുന്നത്, കുട്ടികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ കഴിഞ്ഞ മദേഴ്സ് ഡേയിലൊക്കെ അവരുടെ പോസ്റ്റൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളിലും ഫാമിലിയും തൻ്റെ കുടുംബവും വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു തിരിച്ചറിവും, അങ്ങനെ ഇപ്പോൾ എല്ലായ്പ്പോഴും വൈറ്റ് ഹൗസിൻ്റെ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമാകുന്നതിനേക്കാളൊക്കെ പ്രധാനമാണ് തൻ്റെ കുട്ടികൾ എന്ന്, അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള സമയം അതിനേക്കാളൊക്കെ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്ന ഒരു അമ്മ എന്ന നിലയിൽ പലരും അവരെ അംഗീകരിക്കുന്നു. പക്ഷേ ലിവിറ്റ് ഏത് കാരണം കൊണ്ട് പോവുകയാണെന്ന് നമുക്കറിയില്ല രഞ്ജിത്ത്. പക്ഷേ എന്ത് കാരണം കൊണ്ട് പോവുകയാണെങ്കിലും അത് ട്രംപിനൊരു കനത്ത ആഘാതമാണ്. ട്രംപിൻ്റെ അത്രയ്ക്ക് വിശ്വസ്തയാണ് ലിവിറ്റ്. ട്രംപിനെ പല നിർണായകമായ ഘട്ടങ്ങളിലും ലിവിറ്റിൻ്റെ ആ ഒരു വാക്ചാതുര്യം കൊണ്ട് ഒരു പ്രതിരോധ മതിൽ തീർക്കാൻ വൈറ്റ് ഹൗസ് അതാണ് ലെവിറ്റ് ഇപ്പോൾ രാജിവെക്കുന്നതിനെ കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ അമേരിക്കയിൽ പടരുന്നുണ്ട്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.